അത് ബഷീറെ, നിക്കാഹിന് ക്യാമറ പറ്റില്ലല്ലോ. നിക്കാഹിന് ക്യാമറ ഹറാമാണ്. അറിയാലോ, നമ്മൾ പള്ളിയും കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ നിർവഹിച്ചാണ്. അതുകൊണ്ട് ക്യാമറയും വീഡിയോ, പ്രത്യേകിച്ച് വീഡിയോ ക്യാമറ, അതൊക്കെ ഹറാമാണ്. ഇബ്ലീസിന്റെ മാർഗ്ഗമാണ് അതൊക്കെ. അതൊക്കെ ഒരു നല്ല കാര്യത്തിന് വെക്കൽ ശരിയല്ല. പ്രത്യേകിച്ച് ഞാൻ വരില്ല. ആ ഗൾഫിൽ വെച്ചിട്ട് ഹലാലായ പരിപാടി ഒരാൾക്കും വേണ്ടി ഹറാമാക്കണം. എനിക്ക് എന്താ പൂട്ടില്ലേ? ഹലോ, ഞാൻ ഷൂട്ടിലാണ്. നമ്മൾ മലപ്പുറത്ത് പരിപാടിയില്ല. ആയിക്കോട്ടെ, പ്രത്യേക കാര്യം പറയാനുള്ള 3 ക്യാമറ വേണം. 3 ക്യാമറ വേണം. ഒന്നിന് വീഡിയോ ഒക്കെ ഉഷാറായിട്ടുണ്ട്, കളിയാക്കലൊക്കെ അടിപൊളി. പക്ഷേ ഒരു തെറ്റുണ്ടല്ലോ അതിൽ. പലരും വന്ന് പറയാറുണ്ട്, ഉസ്താദുമാരൊക്കെ വീഡിയോ ചെയ്യുന്നു. പണ്ട് TV എതിർത്ത ആൾക്കാരാ. അതെ, ആദർശത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. പിന്നെ ഉസ്താദുമാര് എന്തിനെയാണ് ഏതിനെയാണ് എതിർത്തത്? അതൊന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു 30 വർഷം പിന്നോട്ട് നമുക്കൊന്ന് സഞ്ചരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ എല്ലാം വാപ്പമാരുടെ കാലഘട്ടത്തിലേക്ക്. അന്ന് ചാനലുകൾ വളരെ കുറവാണ്. ഉള്ളതിൽ തന്നെ സിനിമകളും മറ്റു പരിപാടികളും മാത്രമുള്ള ലോകം. യൂട്യൂബുകളില്ല, ക്യാമറ ഫോണുകളില്ല, ചോയ്സുകളില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരാൾ TV തുറന്നാൽ ഒരുപക്ഷെ കൂടുതലും സിനിമയും സംഗീതങ്ങളും മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട എന്ന്. കല്യാണ വീടുകളുള്ള വിഷ്വലുകളിൽ ആണും പെണ്ണുമുള്ള വീടുകൾ എതിർത്തുകൊണ്ട് ക്യാമറകൾ വേണ്ട എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞതിന്റെ കാരണവും ഇതുതന്നെയാണ്. കാലം മാറി, എല്ലാവർക്കും ചോയ്സുകളുള്ള കാലഘട്ടം. അതായത് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് അതൊരു ദീനിയായിട്ടുള്ള അറിവാണ്. അത് കേൾക്കാൻ ഇഷ്ടമുള്ളവന് സാധിക്കും. അതേപോലെ മറ്റൊരു കൂട്ടുകാരന് സിനിമ കാണാം, മറ്റൊരാൾക്ക് എന്ത് വൃത്തികേടുകളും തന്റെ വിരൽത്തുമ്പ് കൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാലം. അപ്പോൾ ഒരാൾക്ക് നന്മയാർന്ന ഉപദേശമുള്ള ഒരു വഴല് കേൾക്കാൻ താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് അത് കാണാം. ഒരാൾക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കണം, അദ്ദേഹത്തിന് കേൾക്കാം. ഒരാൾക്ക് ദീനിനെ പഠിക്കാനുള്ള അവസരമുണ്ട്, അദ്ദേഹത്തിന് അത് കേൾക്കാം. ഒരാൾക്ക് സിനിമയും മറ്റേതെങ്കിലും മോശപ്പെട്ട പ്രവർത്തനം കാണാം, അദ്ദേഹത്തിന് അത് ചൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ തലമുറ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വല്ലാതെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നന്മയാർന്ന ദഅവത്തിന്റെ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ വഴി ചെയ്യാൻ സാധിക്കുമ്പോൾ പണ്ഡിതന്മാരും ആ രൂപത്തിലേക്ക് തിരിയണ്ടേ? എനിക്കറിയുന്ന ഒരു അറിവിനെ ഒരു ക്ലാസ് മുറിക്കുള്ളിൽ 10 പേരിലേക്ക് ഞാൻ പറഞ്ഞാൽ അവരിൽ അത് ഒതുങ്ങിത്തീരുന്ന ഒരു കാലത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഒരറിവിനെ എത്തിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിക്കൂടെ? അതിൽ തെറ്റുണ്ടോ? സംസമും കള്ളും പാനീയമാണെങ്കിലും ഒന്ന് അല്ലാഹു തആല വെറുത്തതും ഒന്ന് അല്ലാഹു ഏറെ ആദരിച്ചതുമാണ്. തെരഞ്ഞെടുക്കുന്നതിലാണ് ഒരു മുഅ്മിൻ ഏറെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴും തുറന്നു പറയുന്നു, അതിപ്പോ തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാരാകട്ടെ മറ്റ് സാധാരണക്കാരാകട്ടെ, ഹറാമിന്റെ വീടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിപ്പോഴും ഹറാമ് തന്നെയാണ്. നന്മയാർന്ന രൂപത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അതിപ്പോഴും സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. കൂട്ടുകാരാ, വീഡിയോ ഒന്നും ആരും എതിർത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ്, അതായത് വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത്. നന്മയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കും, തെറ്റാണെങ്കിൽ എതിർക്കുക തന്നെ ചെയ്യും.